ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് ബോറുട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 105, 106, 107, 108, 109, 110 അത്ര എപ്പിസോഡ്സാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല എപ്പിസോഡ്സാണ്. ഞാൻ എപ്പോഴും പറയുന്ന കണക്കല്ല, എപ്പോഴും നല്ല എപ്പിസോഡ്സാണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിലുമായിട്ട് തന്നെ എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടതുപോലെ നമ്മളുടെ കവാക്കിയുടെ ദേഹത്ത് നിന്നും നാറൂട്ടോയുടെ പ്രോസ്തറ്റിക് ഹാൻഡ് ഇളകി വീണേക്കാണ്. പ്രോസ്തറ്റിക് ഹാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ വെപ്പക്കെ അത് നാറൂട്ടോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നാറൂട്ടോയുടെ ചക്ര വെച്ച് ഓടത്തോളൂ എന്ന് നമ്മളുടെ കട്ടിസുക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് നാറൂട്ടോയുടെ ചക്ര വെച്ചിട്ടാണ് നമ്മളുടെ കവാക്കിയുടെ ബോഡിയിൽ അത് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്കും ഇതിങ്ങനെ ഇളകി വീണമെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, നാറൂട്ടോ അങ്ങ് ഉറങ്ങിപ്പോയി, കൂടെ കുറാമയും ഉറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ നടക്കും. ഇല്ല, നാറൂട്ടോ മാത്രം ബോധം കെട്ട് വീണാലും കുറാമ ബോധത്തോടുള്ളതുകൊണ്ട് ചെറിയ ചക്ര നമ്മളുടെ കവാക്കിക്ക് വന്നുകൊണ്ടേയിരിക്കും. നാറൂട്ടോയുടെ ചക്ര എന്ത് ചെയ്യും, സെൻസ് ചെയ്യാനും പറ്റും. ഇത് നാറൂട്ടോയുടെ ചക്ര സെൻസ് ചെയ്യാനേ പറ്റുന്നില്ല. അതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി നാറൂട്ടോ മരിച്ചു പോയാലാണ്. അപ്പോൾ അതായിട്ടാണ് കൂടുതൽ പോസിബിലിറ്റി നിൽക്കുന്നത്. അത് ആവരുതേന്ന് ഓർത്ത് കവാക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് ഷിക്കമാറു വരുന്നത്. ഷിക്കമാറു വന്നിട്ട് പറയണ, പിള്ളേരെ നിങ്ങളെല്ലാവരും ഇപ്പോൾ നാറൂട്ടോ വീട്ടിലുണ്ട്, നാറൂട്ടോ ഇവിടെ നിന്നാണ് കാണാതായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ടാസുക്കി ഇവരുടെ ഉസ്മാക്കി വീണ് ചുറ്റും ഒരു ബാരഡാൻ പറയാണ്. അങ്ങനെ ടാസുക്കി ബാരിയർ സൃഷ്ടിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും അകത്തുനിന്ന് ആർക്കും പുറത്തും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറു ഇറങ്ങി സീരിയസ് ആയിട്ട് തന്നെ ചോദ്യം ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനാണ് ഇപ്പോൾ നമ്മളുടെ ഹൊക്കാഗയുടെ താഴെയുള്ള അഡ്വൈസർ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഹൊക്കാഗ ഇല്ലാത്ത സമയത്ത് ഞാനാണ് കമൻട്രി എടുക്കുന്നത്. എനിക്കിപ്പോൾ അറിയണം ഹൊക്കാഗയ്ക്ക് എന്ത് പറ്റി, ഹൊക്കാഗയ്ക്ക് എന്തെങ്കിലും നീ കാരണം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായ കവാക്കി, നീ ഇതിന് ഉത്തരം പറഞ്ഞേ വരത്തുള്ളൂ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പറഞ്ഞു വരത്തുള്ളൂ. ഇത് ഹോക്കാഗയുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുട്ടിക്കളിയൊന്നുമല്ല. കവാക്കി, നിനക്ക് ഇതിൽ എന്താണ് പങ്ക് എന്ന് നമ്മളുടെ ഷിക്കമാറു ചോദിക്കുകയാണ്. ഷിക്കമാറു ചോദിച്ചത് കേട്ട് ബോറൂട്ടോയ്ക്ക് ചെറിയ ദേഷ്യം വരുന്നുണ്ടെങ്കിലും കവാക്കി പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും അവന് ഒന്നും പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് നാറൂട്ടോ കൈ ഇളകി വീണ ആ ഷോക്കിൽ അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സാറാടെ ചോദിക്കുകയാണ്, കവാക്കി നീ മിണ്ടാതിരിക്കുന്നതിന് നിനക്ക് ഇതിൻ്റെ പുറകിൽ പങ്കുണ്ടോ, നീ ഒരു സ്പൈ ആണോ എന്ന്. അപ്പോഴത്തേക്കും കവാക്കി പറഞ്ഞു, ഏയ് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ സത്യമായിട്ടും എനിക്ക് ഹൊക്കാഗേനെ രക്ഷിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. യഥാർത്ഥത്തിൽ അത് ജിഗനായിരുന്നു എന്ന് പറയാണ്. അത് കേട്ട ഷിക്കമാറു ഒന്ന് അമ്പരന്ന് പോകുന്നുണ്ട്. ഓ, അത് കാറയുടെ ലീഡറാണ്, അതുകൊണ്ടാണ് അത്രയും വലിയൊരു ചക്ര ഇവർക്കത് സെൻസ് ആയത്. അപ്പോഴത്തേക്കും നമ്മൾ ഷിക്കമാറു പറയണം, ഒരു സ്പേസ് ടൈം നിൻഡിറ്റ്സു ഇവിടെ സെൻസ് ആയിട്ടുണ്ടെന്നാണ് നമ്മളെ സെൻസറിങ് ടീം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നീ കവാക്കി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. അങ്ങനെ കവാക്കി നടന്ന സംഭവങ്ങൾ ഒന്നും വിടാതെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ വന്നു, നമ്മളുടെ നാറൂട്ടോ യഥാർത്ഥത്തിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു, പക്ഷെ അത് എന്തിന് എന്ന് എനിക്കറിയത്തില്ലെന്ന്. അത് ഷിക്കമാറു തീരെ വിശ്വസിക്കുന്നില്ല. നീ സ്പൈ അല്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, എന്താണ് നിന്റെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ബോറൂട്ടോയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഇതെന്താണ് നിങ്ങൾ പറയുന്നത്, ഇത് ഭയങ്കര വലിയ ലെവലിലായിട്ടുണ്ട്, നിങ്ങൾ എന്തോ കളിക്കുന്നോ, അവൻ പറഞ്ഞല്ലേ അവൻ രക്ഷിക്കാൻ പോവാന്ന്, അവൻ എന്നും ചെയ്തില്ലെന്ന് അവൻ പറഞ്ഞല്ലേ, പിന്നെ നിങ്ങളെന്തിനാ ഇങ്ങനെ അവനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി ബോറൂട്ടോനെ നോക്കിയിട്ട് നിർത്തടാന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മളുടെ കവാക്കി കണ്ടിന്യൂ ചെയ്യാണ്. അതായത് നമ്മളുടെ കവാക്കിയുടെ കയ്യിൽ ഇതുവരെ അവൻ കാണാത്ത ഒരു പാറ്റേൺ ആണ് വന്നത്. അത് ഇതുവരെ അവൻ കേട്ടിട്ടോ കണ്ടിട്ടോ പഠിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ആരും പറഞ്ഞു പോലും തന്നിട്ടില്ലാത്ത ഒരു ടൈപ്പ് പാറ്റേൺ. അതിൽ നിന്നുമാണ് ഒരു പോർട്ടൽ ഓപ്പൺ ആയി വീട്ടിനകത്ത് തന്നെ ജിഗൻ വന്നത്. പിന്നെ കവാക്കിനെ കൊണ്ട് സ്വഭാവം ശ്രമിച്ചു, നാറൂട്ടോ ഇടയ്ക്ക് കയറി നാറൂട്ടോനെ കൊണ്ട് പോയി. എന്താണ് അതിലെ ഉദ്ദേശം ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഹൊക്കാഗയുടെ ചക്ര എങ്ങും ട്രേസ് ആവുന്നില്ല എന്നും നമ്മളുടെ കവാക്കി പറയാണ്. ഷിക്കമാറു പറയാണ്, രണ്ടുപേരുടെ ചക്രയും വേറൊരു ഡയമെൻഷനിൽ നിന്ന് അവർ നമ്മുടെ സെൻസറിങ് ടീം സെൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എവിടെ എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ ബോറൂട്ടോ പറയണ, അതെന്തിനാ ഇപ്പോൾ കൺഫ്യൂഷൻ, സാസ്കി വില്ലേജ് ഉണ്ടല്ലോ, സാസ്കിനെ വിളിക്കാൻ. അപ്പോൾ നമ്മളുടെ ഷിക്കമാറു പറയണ, ആക്ച്വലി സാസ്കി കുറച്ച് മുമ്പ് പരിക്ക് പറ്റിയിട്ട് അവൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തു വീട്ടിൽ വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അവൻ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ ഇനി എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ഏത് മിഷനായിരുന്നു എന്നൊന്നും അറിയത്തില്ല. അതെല്ലാം ഹൊക്കാഗയും ആയിട്ടുള്ള ഒരു ഡീലാണ്. അതെവിടെന്നാ ഇത്രയും പരിക്ക് പറ്റിയത്, ഇനി കാറിലെ മെമ്പേഴ്സ് ആണോ എന്ന രീതിയിൽ കവാക്കി ചോദിക്കുമ്പോൾ നമ്മളുടെ ഷിക്കമാറു പറയണ, അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കാറുടെ മെമ്പേഴ്സ് ആവാം, അല്ലാതിരിക്കാം, അതെനിക്കറിയൂല എന്ന് നമ്മളുടെ ഷിക്കമാറു പറയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ സംശയമുണ്ട്, നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് കവാക്കി, നീ വില്ലനല്ല സ്പൈ അല്ല എന്ന് ഞാൻ എങ്ങനെ അറിയും, നീ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയാണ്. ബോറൂട്ടോ പറയണ, താൻ എന്തൊക്കെയായി പറയുന്നേ, സാസ്കി സേഫ് ആണോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ,
സാസ്കിനെ സാക്കുറയും അതുപോലെ തന്നെ വേറെ മെഡിക്കൽ നിഞ്ചാസിൽ നിന്ന് നോക്കുന്നുണ്ട്. അവന് ബോധം വരാതെ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അത് വരെ ഞാൻ പറഞ്ഞതുപോലെ കവാക്കി ഇവിടെ വീട്ടിൽ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണെന്ന്. ബൊറൂട്ടോ എതിർത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബൊറൂട്ടോൻ തടഞ്ഞ് കവാക്കി പറയാണ്, ഞാൻ എന്തും നിങ്ങൾ പറയുന്നത് ചെയ്യാൻ എന്തിനും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇതിനും റെഡി. പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിക്കമാർ പറയാണ്, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഞാനത് ചെയ്യും. നീ ഇതിൻ്റെ തടച്ചു നിന്നാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പോകേണ്ടി വരും, പോയിരി ബൊറൂട്ടോ എന്ന്. അത് കേട്ട് ബൊറൂട്ടോയും പോകുന്നുണ്ട്. ജിഗനെ കാണിക്കാണ്. ജിഗനാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ അവൻ്റെ ബാറ്ററി ഇനി 10% അങ്ങടെ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറേ പോകണമെങ്കിൽ, അതായത് ഫുൾ ആക്കണമെങ്കിൽ, പഴയ ലെവലിലെങ്കിലും ആക്കണമെങ്കിൽ ഒരു 10 ദിവസം കൊടുക്കും. അത്രയും ദിവസം നറൂട്ടോനെ അവിടെ തുറങ്കലിൽ ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ അത് ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. കാരണം അവൻ എങ്ങനെയും രക്ഷപ്പെടാം, സാസ്കി വന്നും കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ബോറോനെ പറഞ്ഞുവിടാൻ പറയാണ്. ടെൻറ്റെയിലിനെ പോയി നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ജിഗനുള്ളത്. അങ്ങനെ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ ജിഗന് പറ്റത്തില്ല. അപ്പോഴത്തേക്കും ജിഗൻ എന്ത് ചെയ്യാണ്, അതിനായിട്ട് കോഡിനെ പറഞ്ഞുവിടാണ്. ഡെൽറ്റയ്ക്ക് ആകെ ദേഷ്യം. ആ ഹോക്കാഗയുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളായിരുന്നു എന്ന് പറയാണ്. നീ ഇപ്പോൾ പോകാൻ പറ്റിയ ഒരു അവസ്ഥയല്ല, അത് കുട്ടിക്കളിയല്ല. അവൻ എന്താണ് അത്ര നീ വിചാരിക്കുന്ന പോലെ സില്ലി ആയിട്ടുള്ള ഒരാളുമല്ല. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ അമ്മയോട് ചോദിക്കുകയാണ്, എന്നും നല്ല ഷാർപ്പായിട്ട് സംസാരിക്കുന്നതാണല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറയണേ, ഇന്ന് സന്തോഷ വാർത്തയുണ്ട്. ഒന്ന്, കവാക്കി അടുത്ത ലെവലിലേക്ക് അപ്ഡേറ്റ് അയക്കുന്നു. ബൊറൂട്ടോയും പുറകെ തന്നെയുണ്ട്. നല്ല രീതിയിൽ അവനും ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നല്ലത്, എനിക്ക് അത്രയും നല്ലത് എന്ന് പറഞ്ഞ് ജിഗൻ സന്തോഷ വാർത്ത എന്ന് പറയാണ്. അത് കേട്ട് ഡെൽറ്റയും എല്ലാവരും അമ്പരന്ന് പോകുന്നുണ്ട്. കവാക്കി എങ്ങനെ പോയി ഇന്ന് അടുത്ത ലെവലിലേക്ക്? എങ്ങനെ ആയാലും നീ പോയിട്ട് ബോറോനെ വിളിച്ചിട്ട് വാ എന്ന് പറയണം. കോഡ് വന്ന് പറയണം, ബോറോ ഇവിടെ ഇല്ലെന്ന്, അവനിവിടെ കാണൂല, ഞാൻ പോവാന്ന് പറഞ്ഞ് ഡെൽറ്റ നിൽക്കുകയാണ് ഹോക്കാഗയുടെ കാര്യം നോക്കാൻ. അപ്പം നമ്മളുടെ ജിഗൻ പറയണം, ഞാൻ പറഞ്ഞു ഒന്നാമത് നിന്നെ ലീഫ് വില്ലേജ് വിട്ട് കോജിയുടെ കൂടെ നീ കോജീനെ മെനക്കെടുത്തിയെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇപ്പം നീ ഇറങ്ങണ്ട എന്ന രീതിയിൽ ജിഗൻ പറയാണ്. അപ്പോഴത്തേക്കും ഡെൽറ്റയും ഒതുങ്ങുന്നുണ്ട്. എന്തായാലും കോഡിൻ്റെ പരിപാടിക്ക് പോവാണ്. അതേസമയം ഡെൽറ്റയും കോഡും ഒരു കാര്യം പറയാൻ മറക്കുന്നില്ല. അതായത് ബോറോ ഏതോ ഒരു സംഘടന തുടങ്ങുന്നുണ്ട്. അത് ഈ ഒരു മറ്റേ നമ്മളുടെ കൾട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് കൾട്ടിനെ പറ്റിയിട്ട് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. എന്തോ കാണിക്കട്ടെന്നും പറയാണ് ജിഗൻ നിൽക്കുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബൊറൂട്ടോ മിറ്റ്സുക്കി സറാഡ നമ്മളുടെ ഷിക്കമാറു ടട്സുക്കിയൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ്. കവാക്കി ആണെങ്കിൽ ആ കൈ എടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്ത് നറൂട്ടോനെ ഒന്ന് കണക്ട് ചെയ്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒരു ഇത് ആക്കിയാൽ മതി, എങ്ങനെയെങ്കിലും നറൂട്ടോ ജീവനോടുണ്ടെന്ന് മനസ്സിലായാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നറൂട്ടോനെ പറ്റി ഓർക്ക അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരാണ്. എനിക്ക് വേണ്ടി എന്നാലും എന്തിനാന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം കോച്ച് കഷ്ണ ആരോ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. ആരോ എന്നെ കണ്ടുപിടിച്ചോ എന്നും പറഞ്ഞ് കോച്ച് കാശ് നോക്കുമ്പോൾ ഒരുത്തൻ അങ്ങോട്ട് വരാണ്, കഴുത്തിൽ കത്തി വെച്ച് പിടിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ കാറയിലെ ഒരാൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറയണം. ഇത് ഔട്ടർ മെമ്പറാണ് എന്ന് വെച്ചാലല്ല, കാരണം ഇവനെ ഗെഞ്ചിറ്റ്സുവിൽ പെടുത്തിയിട്ടാണ് ബോറോ ഇങ്ങോട്ട് വന്നത്. ബോറോ അങ്ങനെ തന്നെ വന്ന് സംസാരിക്കുകയാണ്. എനിക്ക് ആ ഒരു എയർഷിപ്പിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു, വിക്ടറിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു ടോഡിനെ കിട്ടി. നീ സാധാരണ എല്ലായിടത്തും ടോഡിനെ വെച്ചല്ലേ ഒബ്സർവ് ചെയ്യുന്നത്, ഇതിന് നീ എന്താ എക്സ്പ്ലനേഷൻ തരാൻ പോകുന്നത്? നീ എന്തുകൊണ്ട് റിപ്പോർട്ട്സ് ഒന്നും സബ്മിറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയട്ടെ, റിപ്പോർട്ട്സ് എല്ലാം ഞാൻ ജിഗേൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അയാൾ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കാണും. പിന്നെ ഈ ടോഡിൻ്റെ കാര്യം ഇതും ഞാൻ ജിഗൻ പറഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് പുറത്ത് പോവോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ജിഗനോട് പറയണം. അയാൾ നിങ്ങളോട് പറയാത്തത് എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം എന്ന രീതിയിൽ ജിഗനും ഇവനും എതിരെ കുത്തിരിച്ചിരിപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുത്താണ്. അത് പറഞ്ഞിട്ട് നമ്മളുടെ ബോർ ചോദിക്കുകയാണ്, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് നീ ഇപ്പോഴും നിൽക്കുന്നത്? ഇവിടെ അങ്ങ് കൂടാൻ തീരുമാനിച്ചോ? നീ സത്യത്തിൽ ആരാ? നീ ആരാ എന്ന രീതിയിൽ നമ്മളുടെ ബോറോ ചോദിക്കുകയാണ്. അപ്പോൾ കോച്ച് പറയാണ്, ഞാൻ ആരാ എന്താണെന്നൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ കൂടുന്നില്ലേ, പണ്ട് കൂടിയ ആളാണോ എന്നൊന്നും നിന്നോട് പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ നിൽക്കുന്നത് ബൊറൂട്ടോനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൊറൂട്ടോ ലെവലിൽ കഴിഞ്ഞ് പോകുന്നുണ്ട്. അതേപോലെ കവാക്കിയും അടുത്ത ലെവലിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ബോറോ കവാക്കി കയറിയെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും നിന്നോടാരും പറഞ്ഞില്ലേ, ഇപ്പോൾ മിക്കവാറും കാറ് ഫുൾ ഡിസ്കഷൻ ആയി കാണും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബോറോ പറയാണ്, ഇല്ല പറഞ്ഞില്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറോ ചോദിക്കുകയാണ്, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അത് നടത്താൻ പറ്റുമെന്ന്? ഇല്ല, പക്ഷേ ബൊറൂട്ടോ ആയിക്കോട്ടെ കവാക്കി ആയിക്കോട്ടെ അവർക്ക് ഇനിയും ഒരുപാട് വർഷങ്ങളോളം എടുക്കേണ്ടി വരുമെന്ന്. ഇതിന് തന്നെ ഇത്രയും വർഷം 10-15 വർഷം കാത്തിരുന്ന് ഇനിയും ഒന്നും പറഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്? ബോറോ. അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് വെച്ചെന്ന് നമ്മളുടെ ആര് പറയാണ്? കോച്ച് പറയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോടെയൊക്കെ
അടുത്താണ്. അവിടെ കവാക്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, നാറൂട്ടോ ഇനി മരിച്ചു പോയാൽ അതും എനിക്ക് വേണ്ടി എന്തിനായിരിക്കും അതെന്ന് അവൻ ഉറച്ച് തന്നെ എല്ലാവരോടും എന്ന രീതിയിൽ ചോദിക്കുകയാണ്. നാറൂട്ടോ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതും അതുപോലെ തന്നെ നാറൂട്ടോയ്ക്ക് സമയമില്ലാത്ത സമയത്ത് കവാക്കിക്ക് വേണ്ടി ഇരുന്നതും അവൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചതും കൂടെ നിന്നതും ട്രെയിൻ ചെയ്തതും മോട്ടിവേറ്റ് ചെയ്തതും ഇത്ര അവനെ കൊണ്ടുവന്നതും വില്ലേജിൽ എല്ലാവരെയും പരിചയപ്പെടുത്തിയതും വില്ലേജിൽ ഓരോ സ്ഥലം പരിചയപ്പെടുത്തിയതും സ്വന്തം പാരൻറ്റിനെ പോലെ നിന്നതും ആശ്വസിപ്പിച്ചതും എല്ലാം നമ്മളുടെ കവാക്കിക്ക് ഒരു പുതിയ ഫീലിംഗ് ആണ്. നമ്മളുടെ ജിഗനെ വെച്ച് നോക്കിയാൽ എത്രയോ ബെറ്ററാണ് നാറൂട്ടോ. ജിഗൻ എടുത്തിട്ട് അടിക്കുമായിരുന്നു, അങ്ങനെ അടിച്ച് ചെകിടം പൊളിക്കുമായിരുന്നു, അങ്ങനെ പൊളിച്ചിട്ടായിരുന്നു ജിഗൻ്റെ ട്രെയിനിങ്. അത്രയും വേദനിപ്പിച്ചിട്ട് അവൻ പറയും ഞാനൊരു എംപ്റ്റി വെസലാണെന്ന്, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു ജിഗൻ നിന്നത്. പക്ഷെ നാറൂട്ടോയുടെ കൂടെ ഒരു ഫ്രണ്ടിനോട് വഴക്ക് കൂടുന്നത് പോലെ, അല്ലല്ല ഒരു അച്ഛനോട് വഴക്ക് കൂടുന്നത് പോലെ അങ്ങനെയായിരുന്നു എന്ത് ചെയ്തത് നമ്മളുടെ കവാക്കിക്ക് തോന്നിയത്. അവന് അങ്ങനെ പറയാൻ പോലും പറ്റില്ല. എന്നാലും എന്തിനാ ഹൊക്കാക്കി എനിക്ക് വേണ്ടി എന്ന രീതിയിൽ പറയാം. അപ്പോൾ സറാഡ പറയാണ്, അതെന്തിനാ നിനക്ക് മനസ്സിലായില്ലേ, നാറൂട്ടോ ഉദ്ദേശിച്ചു നിന്നെ ഒറ്റയ്ക്കാക്കരുതെന്ന്. ലോർഡ് 7 നാറൂട്ടോ ഉസ്മാക്കയുടെ മോൻ എന്ന രീതിയിൽ തന്നെ നീ അറിയപ്പെടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നാറൂട്ടോ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നതെന്ന്. എന്നാലും ലോർഡ് 7 നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നോക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകുമെന്നും പറഞ്ഞാണ് കവാക്കി നിൽക്കുന്നത്. അങ്ങനെ നിർത്തിയെങ്കിലും കവാക്കി പിന്നെയും തുടരാണ്. അതായത് ലോർഡ് 7 എനിക്ക് എന്തൊക്കെ ചെയ്തു, ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്തു, പക്ഷേ നമ്മളുടെ ലോർഡ് 7 ഞാൻ കാരണം ഈ വില്ലേജിന് തന്നെ പ്രശ്നം വന്നേക്കാണ്, ഞാനല്ലേ ഇതിനെല്ലാം കാരണം ചോദിക്കുമ്പോൾ നമ്മളെ മിറ്റ്സൊക്കെ പറയണേ, എടാ നീ സമാധാനിക്കുക, അങ്ങനെ ഒന്നുമല്ല, ലോർഡ് 7 ഇത് കേട്ടാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല പറയാൻ പോണത്, നീ കാരണമല്ല പ്രശ്നം വന്നത്, ഇത് നമ്മളുടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന രീതിയിൽ മിറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കവാക്കി ഓരോന്ന് ഓർത്തിരിക്കുമ്പോൾ സറാഡയും മിറ്റ്സൊക്കെയും പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട്. കവാക്കിയുടെ ഇത്രയും ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥ അവൻ അങ്ങനെ ഭൂമിയോളം താഴ്ന്നു പോയേക്കാണ്. ഇത് കണ്ട് ബോറൂട്ടോയ്ക്ക് തീരെ ഇതാവുന്നില്ല. എപ്പോഴും അഹങ്കാരവും ഒരു സെൽഫ് റെസ്പെക്റ്റും ആയിട്ട് നടക്കുന്ന ആൾ ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ പൊട്ടിയ ഒരു വെസലും കൊണ്ട് അവിടുത്തെ ഷിനോബി വരെയാണ്. ഇത് കണ്ടോ, ഇത് കവാക്കി ശരിയാക്കിയതാണ്, കവാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ ചതിക്കോ എന്ന രീതിയിൽ ബോറൂട്ടോ ചോദിക്കുമ്പോൾ ഷിക്കമാറ് പറയണം, ഞാൻ ഇതൊന്നും കണ്ട് ആരെയും വിശ്വസിക്കാൻ പോണില്ല, പലരും പല രീതിയിൽ നിന്ന് ചതിക്കും. അതുകൊണ്ട് ഞാനിതൊന്നും കേൾക്കാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ഇതല്ല. ഞാൻ വന്നത് ഹൊക്കാഗയ്ക്ക് വേണ്ടിയാണ്. വില്ലേജിന് ഹൊക്കാഗേനെ ആവശ്യമാണ്, ഹൊക്കാഗയുടെ പ്രൊട്ടക്ഷൻ എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവാക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന രീതിയിലാണ് ഷിക്കമാറ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കവാക്കി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നാറൂട്ടോയുടെ ചക്ര കൊണ്ട് കൈ പിന്നെയും മുട്ടുന്നത്. അപ്പോൾ കവാക്കി പെട്ടെന്ന് ചക്ര ട്രേസ് ചെയ്ത് ഒരു പോർട്ടൽ ബൊറൂട്ടോയുടെ കൂടെ കാമ യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, ആക്ടിവേറ്റ് ചെയ്യാണ്. ബൊറൂട്ടോയുടെ കൂടെ യൂസ് ചെയ്തതെന്ന് പറയാം. ബൊറൂട്ടോയുടെ കയ്യിലല്ല പോർട്ടൽ ഓപ്പൺ ആയ നമ്മളുടെ കവാക്കിയുടെ കയ്യിലാണ്. പക്ഷെ ബൊറൂട്ടോയുടെ കയ്യിലും സെയിം ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് സംഭവം അറിയത്തില്ല. ബൊറൂട്ടോയും നമ്മളുടെ കവാക്കിയും കൂടെ ചേർന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊന്നും. അപ്പം നമ്മൾ ഷിക്കമാറ് പറയാണ്, നിങ്ങൾ ഇതിൽ കൂടെ പോകാൻ ഞാൻ വിടത്തില്ല, ചിലപ്പോൾ നാറൂട്ടോ ഇവിടെ കാണും, പക്ഷെ നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല, ഞാൻ വരും എന്ന രീതിയിൽ നമ്മളുടെ ഷിക്കമാറ് നിൽക്കുകയാണ്. അപ്പോൾ കവാക്കി ബൊറൂട്ടോനെ നോക്കുകയാണ്. ബൊറൂട്ടോനെ നോക്കുമ്പോൾ ബൊറൂട്ടോനെ കാണുമ്പോൾ അങ്ങനെ നമ്മളുടെ നാറൂട്ടോനെ ഓർമ്മ വരാണ്. നാറൂട്ടോ ഉണ്ടെങ്കിൽ എന്തായാലും അവൻ നാറൂട്ടോ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ബൊറൂട്ടോയെ ഓർത്ത് ബൊറൂട്ടോയോടും വരാൻ പറയാണ്. കാരണം ബൊറൂട്ടോയ്ക്ക് കാമയുണ്ട്, 2 പേർക്കും കൂടെ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം നമ്മളുടെ മിറ്റ്സൊക്കെ പറയണം, അയ്യോ ബൊറൂട്ടോനെ ഒറ്റയ്ക്ക് വിടില്ല, ബൊറൂട്ടോയുടെ സേഫ്റ്റി എല്ലാം പ്രധാന കാര്യമാണ്, അതുകൊണ്ട് ഞാനും പോകുന്നു പറഞ്ഞ മിറ്റ്സൊക്കെ നിൽക്കുമ്പോൾ അവൻ പോകണമെങ്കിൽ ഞാനും പോകുന്നു പറഞ്ഞ് സാറാടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഷിക്കമാറ് ഷാഡോ പാരലൈസിങ് ചെയ്യുന്നത്. ആരും പോകില്ല, ഞാനും ടീമും ആലോചിച്ച് തീരുമാനിച്ച് ഞങ്ങൾ പോകുന്ന രീതിയിൽ ചെയ്യും, നിങ്ങൾ ആരും പോവണ്ട എന്ന രീതിയിൽ നമ്മളുടെ പറയാണ്, ഷിക്കമാറ് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി എന്തോ പറയാണ്, നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം നിങ്ങളാണ് കമാൻഡിങ്ങിലുള്ളത്, നിങ്ങൾ മാറിയാൽ വില്ലേജിൻ്റെ സ്ട്രെങ്ത് അത്രത്തോളം കുറയും, പെട്ടെന്നൊരു പ്രശ്നം വരില്ല എന്ന് ആര് കണ്ടു, അതുകൊണ്ട് തന്നെ അത് നോക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഷാഡോനെ അബ്സോർബ് ചെയ്യാമെന്ന് പറഞ്ഞു ഷിക്കമാറ് കാമ യൂസ് ചെയ്ത് ഷാഡോനെ അബ്സോർബ് ചെയ്യാണ്. ഷിക്കമാറുവിൻ്റെ ഷാഡോ പാരലൈസിങ് നമ്മളുടെ കവാക്കി അബ്സോർബ് ചെയ്ത് അതേസമയം മിറ്റ്സക്കി നമ്മളുടെ ബൊറൂട്ടോനെയും സറാഡേനെയും തൂക്കിയെടുത്ത് ആ പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. കവാക്കി പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചില്ലേ എനിക്ക് നാറൂട്ടോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഞാൻ കാണിക്കാം, ഞാൻ കൊണ്ടേ വരൂ, ഞാൻ നാറൂട്ടോനെയും കൊണ്ട് തിരിച്ചു വരും എന്നും പറഞ്ഞ് കവാക്കിയും പോർട്ടലിൽ കയറി പോവാണ്. നമ്മളുടെ ഷിക്കമാറിന് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, പിള്ളേരെല്ലാം പോയി, ഇനി എങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും അറിയാൻ വയ്യാതെ ഷിക്കമാറ് നിൽക്കുകയാണ്.
എന്തായാലും അവന്മാർ പോയി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി പിടിച്ചെടുത്താൻ പറ്റില്ല, എന്തായാലും അവർ സേഫായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ചിക്കന്മാർ പറയാണ്. അതേസമയം ഇവിടെ നമ്മളുടെ ബൊറൂട്ടോ, കവാക്കി, സറാഡ, മിറ്റ്സുക്കി എല്ലാവരും കൂടെ ചെന്നെത്തുമ്പോൾ അവിടെ ബോറോ നിൽക്കുന്നത് കാണാണ്. കയ്യിലൊരു ഭയങ്കര ഭീമൻ ഗോളം ഉണ്ട്. ഗോളം മീൻസ് ഒരു വലിയ ഉണ്ട. നമ്മളുടെ ബോറോനെ കണ്ടതും ബൊറൂട്ടോ ചോദിക്കുകയാണ്, ഓ ഇതാണോ ജിഗൻ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി പറയാണ്, ആക്ച്വലി ഇതല്ല ജിഗൻ, പക്ഷേ ഇവൻ ജിഗനേക്കാൾ കുറച്ചധികം ഭയങ്കരനാണെന്ന്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ കുറച്ച് റൂഡാണ്, ക്രൂവലാണെന്ന് പറയാണ്. ഞാൻ എങ്ങനെയാണ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളെ. എങ്ങനെയാ മോനെ കവാക്കി നീ ഇവിടെ കയറി വന്നേ? നീ സ്പേസ് ടൈം ഒക്കെ പഠിച്ചോ? ഡെൽറ്റ പറഞ്ഞു നീ കുറച്ച് ഇമ്പ്രൂവ് ആയിന്ന്, പക്ഷെ ഇത്രത്തോളമോ എന്ന രീതിയിൽ നമ്മളുടെ ബോറോ ചോദിക്കുകയാണ്. നിന്റെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം നീ നാറൂട്ടോയ്ക്ക് വേണ്ടി മാറ്റിന്നറിഞ്ഞു. ഹോക്കാഗെ നിനക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണോ? നീ ഹോക്കാഗെ തേടിയാണോ വന്നേന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കവാക്കി ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, നീ എന്തോ പറഞ്ഞോ, പക്ഷേ ഹോക്കാഗെ എന്തിയെ? അപ്പോഴത്തേക്കും നമ്മളുടെ ബോറോ പറഞ്ഞു, ഞാൻ വിചാരിച്ചു, പക്ഷേ ഇത്ര പെട്ടെന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഞാൻ അത് മുമ്പേ തന്നെ കൈ കരുതിയിട്ടുണ്ട്, എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് എടുത്തെറിയാണ് ഒരു വലിയ ഗോളം. അങ്ങനെ ഇവരെല്ലാവരും മാറാൻ നോക്കുമ്പോൾ പറയാണ്, അതിനുള്ളിലാണ് മക്കളെ ഹോക്കാഗെ, നിങ്ങൾ മാറിപ്പോവാണ്, പോയി നോക്കടാന്ന്. അങ്ങനെ പിള്ളേർ പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ ഹോക്കാഗെ ഉണ്ട്. അതെ, നമ്മളുടെ നാറൂട്ടോയുടെയും കുറാമയുടെയും ചക്ര അതിൽ നമ്മളുടെ കവാക്കിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഇതിനകത്തായി, ആർക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റും, ആർക്കും ഇതിനകത്ത് തുറക്കാൻ പറ്റും എന്നൊക്കെ നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ കവാക്കിയും ഡിസ്കസ് ചെയ്യാണ്. അപ്പം ഇത് കേട്ട ബോറോ പറയണം, മക്കളെ നിങ്ങൾ തല കുത്തി നിന്നാലും നടക്കൂലെന്ന്, പിന്നെ നീ കളിക്കാതെ കാര്യം പറയടാന്നും പറഞ്ഞ് കവാക്കി നിൽക്കാണ്. അപ്പം നമ്മളുടെ ബോറോ പറയണം, ദേഷ്യമാണ്, പക്ഷേ ജിഗനെ മാത്രമേ അവൻ്റെ കർമ്മ വെച്ച് തുറക്കാൻ പറ്റൂ, അതുകൊണ്ട് വേറെ ആരും ശ്രമിക്കേണ്ടെന്ന് പറയണം. കവാക്കിക്ക് കൊണ്ടുവരുന്ന ആകെപ്പാടെ ദേഷ്യം. ഇവിടെ അടുത്തൊന്നും ജിഗനില്ല, ജിഗൻ എന്തായാലും എൻ്റെ അടുത്ത് കാണത്തുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ജിഗനെ പോയി വിളിച്ചിട്ട് വന്നാൽ അവൻ തുറന്നു തരാൻ എന്തെന്തോ അവൻ സിമ്പിളായിട്ട് വെച്ചേക്കണം. ഇത് സീലാണെന്ന് നമ്മളുടെ കവാക്കി പറയാണ്. ബോറോട്ടോയ്ക്കും ആ സംഭവം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതെങ്ങനെ ഞാൻ തുറക്കും, ഇതിനൊരു വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് കവാക്കി ആകെ ദേഷ്യപ്പെടാണ്. അത് കേട്ട് ബോറോട്ടോ പറയാണ്, എടാ നീ അടങ്ങ്, ഒരു വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം, എന്തെങ്കിലും വഴി കാണുമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറോ പറയണ, പിള്ളേരുടെ ചർച്ച കേൾക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നാണ് അവന്മാരൊക്കെ തോന്നുന്നത്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂലെന്നും പറഞ്ഞ് അറ്റാക്ക് തുടങ്ങാണ്. സേജ് ആസറാണ് അവൻ ചെയ്യുന്നത്. അതെങ്ങനെയാ എന്താണെന്നൊന്നും ഇവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവരങ്ങനെ നിൽക്കുമ്പോൾ മിറ്റ്സുക്കി പറയാണ് റൗണ്ട് അപ്പ് ചെയ്യാൻ. അങ്ങനെ റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ സറാഡ സെൻസ് ചെയ്ത് പറയാണ്, ലാവാ റിലീസ് പ്ലാനറ്റ് ബൈൻഡിങ് ബ്ലാസ്റ്റർ എന്ന് പറയുന്ന എന്തോ ഒരു അറ്റാക്ക് അടിയിൽ നിന്നും വരുന്നുണ്ടെന്ന്. എന്തോ ഈ പേര് പറഞ്ഞില്ല, എന്തോ ഒരു അറ്റാക്ക് അടിയിൽ നിന്നും വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മളുടെ സറാഡ കുട്ടി പറഞ്ഞ എന്തോ ഒരു അറ്റാക്കാണ് ഈ അറ്റാക്ക്. അപ്പോൾ ഇത് വീഴുന്നിടെല്ലാം കത്തിപ്പോവും. അപ്പോഴത്തേക്കും അങ്ങനെ ആ അറ്റാക്ക് നേരെ പോകുന്നത് നാറൂട്ടോ ഇരിക്കുന്ന വലിയൊരു ഗോളത്തിന് മുമ്പിലാണ്. അത് നമ്മളുടെ കവാക്കി കാണുന്നതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ജീവൻ മുമ്പിൽ വെച്ച് അതിനെ ഫുള്ള് അബ്സോർബ് ചെയ്ത് പിടിക്കുകയാണ്. അത് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത്രയും കർമ്മ അവിടെ അവന് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും ഈ അറ്റാക്ക് ബോറോ ഇറക്കി വിടുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ആണ് വന്നത് അബ്സോർബ് ചെയ്യുന്നത്. ബൊറൂട്ടോയുടെ കയ്യിലെ കാമപ്പാട് കണ്ട് നമ്മളുടെ ബോറോ, വാവ് ഗെയിം എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല, നീ ഇത്രയും അഡ്വാൻസ്ഡ് ആയോ, ഇപ്പോൾ അല്ലേ നിനക്കിത് കിട്ടി എന്ന മട്ടിൽ നമ്മളുടെ ബൊറൂട്ടോയോട് സംസാരിക്കുകയാണ്. എനിക്ക് നിന്നോടൊന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ എന്താ കളവാ ഞാൻ ദാ വന്നു എന്നും പറഞ്ഞ ബൊറൂട്ടോ എന്തിയാണ് ഷാഡോക്ലോൺ എടുത്തിട്ട് പാഞ്ഞ് തുറച്ചു വന്നിട്ട് റസങ്കൻ എടുത്തിട്ട് ഒരൊറ്റ അടിയാണ് അവന് നേരെ. പക്ഷേ ആ റസങ്കൻ അവന് ഏറ്റില്ല എന്ന് മാത്രമല്ല, അവൻ നമ്മളുടെ ബോറോ ആണെങ്കിൽ ആസിഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോയ്ക്ക് റസങ്കനും കൊണ്ട് മാറേണ്ടി വരുന്നുണ്ട്. റസങ്കനും കൊണ്ട് മാറുന്ന ബൊറൂട്ടോനെ മനസ്സിലാക്കിയിട്ട് ഇത്രയും പ്രഷറിൽ പോയാൽ ബോറോ എടുത്ത് പോകത്തില്ല, കുറച്ചുകൂടെ പ്രഷർ ഇനി പോകണമെന്ന് പറഞ്ഞ കവാക്കി യൂണിസൺ എടുക്കുകയാണ്. അതായത് റസങ്കൻ യൂണിസൺ അത് നമ്മളുടെ ബോറോടെ പുറത്ത് കൊള്ളുന്നുണ്ട്. ബോറോടെ ഒരു ഭാഗം ചിതറി പോകുന്നുണ്ട്. അങ്ങനെ പോയ ബോറോ പിന്നെയും എഴുന്നേറ്റ് വരാണ്. അത് കുറച്ച് സമയത്തിനുള്ളിൽ അവൻ്റെ ബോഡി ഫുള്ള് നമ്മൾ മുമ്പ് കണ്ടതുപോലെ റീജനറേറ്റ് ആവുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ബൊറൂട്ടോയ്ക്ക് നല്ല, കവാക്കിക്ക് നല്ല, മിറ്റ്സുക്കിക്ക് നല്ല, സറാഡയ്ക്ക് ആർക്കും ഈ സംഭവം സീക്രട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തോ ഒരു വീക്ക്നെസ്സും ഇവനുണ്ട് എന്ന കാര്യം കവാക്കിക്ക് മനസ്സിലാവണം. കാരണം കാറ മെമ്പേഴ്സിൽ മിക്കവാറും പേർക്കും ഒരു ഡിഫക്റ്റ് കാണും. അങ്ങനെ എന്തായിരിക്കും ഇവൻ്റെ വീക്ക്നെസ് എന്ന് ഓർത്തിങ്ങനെ നമ്മളുടെ കവാക്കി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒന്ന് കാരണം കവാക്കിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ബൊറൂട്ടോനെ വിളിക്കുന്ന സമയത്ത് ബൊറൂട്ടോയും അങ്ങനെ
അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വീണ് പോവാണ്. എന്താ സംഭവം നോക്കിയാൽ മെല്ലെ മെല്ലെ അവിടെ ഒരു ഡാർക്ക് മിസ്റ്റ് പടർന്ന് കയറുകയാണ്. അത് ബോറോയുടെ അറ്റാക്ക് ആയിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ബോറോ ഇവർ രണ്ടുപേരെ അടിച്ച് നിലം പരിശാക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ബോറോയ്ക്ക് മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്നു. ഈ സംഭവം അബ്സോർബ് ചെയ്യാനായിട്ട് ബൊറൂട്ടോയും കവാക്കിയും ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. വിൻ സ്റ്റൈൽ ബ്രേക്കിംഗ് ത്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മിറ്റ്സുകി പാഞ്ഞു വരാണ് ഇവർ രണ്ടുപേരെ എടുത്തിട്ട് പോകാം. കാരണം ബോറോ ഈ ഒരു സമയത്ത് ഇവരെ കൊല്ലാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകാനാണ് നോക്കുന്നത്. എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മിറ്റ്സുകി അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്. ലൈറ്റിംഗ് സ്റ്റൈൽ സ്നേക്ക് ലൈറ്റിനിങ്ങും നമ്മളെ മിറ്റ്സുകി ഇറക്കുമ്പോൾ വാട്ടർ സ്റ്റൈൽ വാട്ടർ ബോൾ യൂസ് ചെയ്ത് ബോറോ തടയാൻ നോക്കുകയാണ്. ആ ഒരു അറ്റാക്ക് ഇതുമായിട്ട് വെച്ച് മിറ്റ്സുകി എന്ത് ചെയ്യാണ്, സ്നേക്കിനെ യൂസ് ചെയ്ത് നമ്മളുടെ ബോറോനെ ചുറ്റി വരഞ്ഞ് പിടിക്കുകയാണ്. മിറ്റ്സുകിനെ അങ്ങനെ സ്നേക്കോടെ എടുത്ത് കറക്കി നിലത്തടിക്കുകയാണ് ബോറോ. ആ ഒരു സമയത്ത് ബോറോനെ വിട്ടുകൊടുക്കാതെ മിറ്റ്സുകി എന്ത് ചെയ്യുന്നുണ്ട്, കടിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പോയിസൺ മിറ്റ്സുകി എന്ത് ചെയ്യാണ്, ബോറോയുടെ പുറത്ത് ഇഞ്ചക്ട് ചെയ്യാണ്. ഈ പോയിസണൊക്കെ എനിക്ക് ഈച്ച കടിച്ച മാത്രമേ എന്ന് പറഞ്ഞ ബോറോ എന്ത് ചെയ്യാണ്, 2 കോട കുടയുമ്പോഴേ അത് ശരിയാവുന്നുണ്ട്. അപ്പം യാർഡായവനെന്ന് പറഞ്ഞാണ് സാറാടെ നോക്കുന്നത്. കാരണം ഇത്ര ക്ലിയർ ആയിട്ട് ഇവർ 3 പേര് അറ്റാക്ക് ചെയ്തതെന്നും അവൻ മാറി. എന്നിട്ട് ബോറോ എന്തെയാണ് ഇവർക്ക് നേരെ പിന്നെയും അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സറാഡ വന്ന് കവാക്കിനെ, മിറ്റ്സുകി വന്ന് ബൊറൂട്ടനെ എടുത്തിട്ട് ഓടുകയാണ്. എന്നെ കൂടുതൽ ചൊറി പിടിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ടേ, എവിടെ പോയാലും ഒളിച്ചാലും ഞാൻ പിടിക്കുമെന്നും പറഞ്ഞ് ബോറോ നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മിറ്റ്സുകി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ 2 പേരെ സ്നേക്കിനെ വെച്ച് ബൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോറോയുടെ ദേഹത്തു നിന്നും ഒരു ആൻറ്റിബോഡി മിറ്റ്സുകി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഡാർക്ക് മിസ്റ്റിന് അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ബോറോയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡാർക്ക് മിസ്റ്റിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതെടുത്തിട്ട് നമ്മളുടെ ബോറോയുടെ ബോഡിയിൽ എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം എടുത്ത് മിറ്റ്സുകി എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് അവൻ്റെ ശരീരത്ത് വെച്ച് തന്നെ അതിനെല്ലാം എതിരായിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. ഇതൊന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയതും നമ്മളുടെ ബൊറൂട്ടോയുടെയും അതുപോലെ തന്നെ കവാക്കിയുടെയും ബോധം വന്നിട്ടുണ്ട്. പക്ഷെ അവർ എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് സമയമായതും സറാഡ എന്ത് ചെയ്യാണ്, എഴുന്നേറ്റ് പോയി അവന് നേരെ അറ്റാക്ക് ചെയ്യാൻ ചെന്ന് നിൽക്കുകയാണ്. അവൻ പറയാണ്, നീ ആരോടാ കളിക്കുന്നതെന്ന് ഓർക്കണം കുഞ്ഞെ, ഞാനൊരു വില്ലേജ് മുഴുവൻ അസുഖം പരത്തി വിട്ട് അവരെ ശരിയാക്കി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വില്ലേജ് മുഴുവൻ അസുഖം പരത്തി ഞാൻ തന്നെ ശരിയാക്കിയിരുന്നു, അതെങ്ങനെയെന്ന്? അതെന്തിനാ നീ അറിയുന്നേ? അതൊരു വലിയ കേസ് മാർക്കാണ്. അത് ഞാൻ അവർക്ക് കൊടുത്തു, അവരിൽ നിന്നും എടുത്തു, ഇനിയും കൊടുക്കും, എടുക്കും. അത്രയും പവർഫുള്ളാണ് ഞാനെന്ന്. എൻ്റെ ഒരേ ഒരു ഓപ്ഷൻ എൻ്റെ കൈ കൊണ്ട് മരിക്കുക എന്നതാണെന്നും പറഞ്ഞ് അവളെ അടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ ഫുൾ ഡാർക്ക് മിസ്റ്റ് വിതറുന്നുണ്ട്. അതിനകത്ത് സറാഡ പെട്ടുപോയി എന്ന വിശ്വാസത്തിൽ ബോറോ എടുത്ത് പൊക്കുന്നുണ്ട്. നിനക്കിനി അനങ്ങാൻ പറ്റൂല, നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് പറയുമ്പോൾ ഫയർ ബോൾ ജുട്സു എന്നും പറഞ്ഞ് നമ്മളുടെ സറാഡ ഫയർ ബോൾ ജുട്സു യൂസ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ബോറോ ഞെട്ടിപ്പോവാണ്. ബോറോ പറയുന്നുണ്ട്, എൻ്റെ ഡാർക്ക്നെസ്സിനകത്ത് പെട്ട ആരും ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല, നീ എങ്ങനെ കൊച്ചു പെണ്ണെ മൂവ് ചെയ്തു എന്ന്. അതേസമയം നമ്മളുടെ കവാക്കിയും ബൊറൂട്ടോയും ഒന്ന് ചേർന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് യൂണിസൺ ആയിട്ടുള്ള ഒരു റസംഗൺ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ റസംഗൺ വെച്ച് നമ്മളുടെ ബോറോനെ അടിക്കുകയാണ്. കിഡിലോസ്കി അറ്റാക്ക് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് അടിച്ച് തെറിച്ച് 2 എണ്ണവും പോയി വീഴുന്നുണ്ട്. ബൊറൂട്ടോയും കവാക്കിയും വീഴുന്നുണ്ട്, ബോറോയും ദൂരേക്ക് പോയി വീഴുന്നുണ്ട്. ബോറോ മൊത്തത്തിൽ കവിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അവൻ റീജനറേറ്റ് ആയി വരാണ്. ശരീരത്തിൻ്റെ പകുതി കൂടുതലും പോയിട്ടും അവൻ അങ്ങനെ വന്നത് കണ്ട് ഇവൻ്റെ ടെക്നിക്ക് എന്ത് തേങ്ങയാന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇവനെ കൊല്ലാൻ പറ്റൂലെന്ന് പറഞ്ഞ് ബൊറൂട്ടയും സറാഡയും നിൽക്കുകയാണ്. അപ്പം നമ്മളെ കവാക്കിക്ക് ഉറപ്പാണ് എന്തോ ഒരു സംഭവം, എന്ത് സീക്രട്ട് ആയാലും നമ്മുടെ കവാക്കിക്ക് ഇപ്പോൾ അറിയത്തില്ല. കവാക്കി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മളുടെ മിറ്റ്സുകിയും അങ്ങനെ നിൽക്കുകയാണ്, ബൊറൂട്ടയും സറാഡയും നിൽക്കുകയാണ്. ഇവരെങ്ങനെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്ന കണ്ടിട്ട് ബോറോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അതിൻ്റെ ഇടയിൽ മാജിക് കാണിച്ചതെന്ന്. മാജിക്കും തന്ത്രവും മന്ത്രമൊന്നും അല്ല, നിന്റെ വൈറസ് ഞങ്ങൾ കണ്ടുപിടിച്ചു, അതൊരു വൈറസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനോട് ആൻറ്റിബോഡി ഉണ്ടാക്കി. ഇത്ര പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ പാമ്പിനെ വെച്ചെന്ന് മിറ്റ്സുകി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സൗകര്യമില്ല. മിറ്റ്സുകി ഈ പാമ്പിനെ വെച്ച് കടിപ്പിച്ചപ്പം പാമ്പിൻ്റെ പുറത്തുനിന്ന് വിഷം അങ്ങോട്ട് കയറ്റി ആ ഒരു സമയം അത് ഒരു വെറും ഇവനെ അങ്ങോട്ട് വഴിമാറ്റി വിടുമായിരുന്നു. എന്നിട്ട് ഇവൻ്റെ ബോഡി ഇന്ന് അത് കളക്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, അപ്പോഴും തന്നെ മിറ്റ്സുകി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഇവനൊരു വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. നറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കവാക്കി നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ ബോറോ അറ്റാക്ക് ചെയ്തിട്ടും ഇവിടെ നടക്കുന്ന ഫൈറ്റിലും നറൂട്ടോ ഇരിക്കുന്ന ആ ഒരു സീലിനെ ഒന്നും പറ്റണമെന്നോ. ഇത്രയും അധികം ഹോക്കാഗേനെ ഇഷ്ടപ്പെടുന്നു. എന്തൊരു കൈവശമാണ് അയാൾ നിനക്ക് തന്നെ, നിനക്കെന്താ വില്ലേജ് ഫുൾ എഴുതി തരാമെന്ന് പറഞ്ഞു. എന്താടാ നീ ചെയ്യുന്നേ, നിനക്ക് ബോധമില്ലേ, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ നീ ഭയങ്കര പവർഫുൾ ആവും. ഇവൻ്റെ കൂടെ നിന്നിട്ടാണ് ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കേണ്ടി വരുന്നതെന്ന് പറയാം. വൃത്തികെട്ട അലവലാതി ബോറോ, നീ എന്നെ പറ്റിയോ ഇവിടെ നിൽക്കുന്ന ആരെ പറ്റി വേണമെങ്കിലും പറഞ്ഞു, ഞാൻ കേട്ട് നിൽക്കും. പക്ഷെ ഹോക്കാഗെ പറ്റി പറഞ്ഞാൽ ഞാനത് സഹിക്കൂലടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാണ് കവാക്കി. താൻ ഇനി എന്തൊക്കെ ചെയ്താലും ഹോക്കാഗയുടെ മുഖത്ത് താൻ്റെ
കൈ വെക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് പറയണ കവാക്കി നിൽക്കുന്നത്. എടാ അത് എൻ്റെ അച്ഛനാടാ, നീ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് ബോറൂട്ടോ നിൽക്കുകയാണ്. രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ ഇക്കാര്യത്തിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്. അവളുടെ കവാക്കി പറയാണ് എന്ത് വില കൊടുത്തും ഞാൻ ഹൊക്കാഗെനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുമെന്ന്. അത് കേട്ട് നമ്മുടെ ബോറൂട്ടോ പറഞ്ഞു പെടാ ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പോണെന്ന്. നിങ്ങൾ ആര് പ്രൊട്ടക്ട് ചെയ്താലും ഞാൻ ബൊറൂട്ടോനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന മിറ്റ്സുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ടീം ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. കമാൻഡായിട്ട് നിൽക്കുന്നത് സറാഡ കൊണ്ട് തന്നെ സറാഡ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ സറാഡയുടെ കൈ പിടിച്ച് നിൽക്കുകയാണ് കവാക്കി. ബൊറൂട്ടോ ഇത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയി അറ്റാക്ക് ചെയ്യാണ്. ബൊറൂട്ടോയും മിറ്റ്സുക്കിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ഈ സമയം ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ്, അതായത് വഴി മാറ്റി വിടാൻ നോക്കുകയാണ്. അവിടെ കവാക്കിയും സറാഡയും സംസാരിക്കുകയാണ് എന്തോന്ന്. നമ്മളുടെ ബോറോ ശ്രദ്ധിക്കുന്നില്ല. കാരണം ബോറോ ഇവിടെ ബൊറൂട്ടോ നല്ല രീതിയിൽ റസങ്ങനൊക്കെ എടുത്ത് അടിച്ച് കൈയൊക്കെ എടുത്ത് കളഞ്ഞ് അത് റീജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. മിറ്റ്സുക്കി ലൈറ്റ്നിങ് യൂസ് ചെയ്യുന്ന അത് റീജനറേറ്റ് ചെയ്യുന്നു. മിറ്റ്സുക്കിനെ കാലേ വരെ എടുത്ത് നിലത്തടിക്കുന്നു. അങ്ങനെയുള്ള ഓരോ പരിപാടികളിൽ തിരക്കാണ് മിറ്റ്സുക്കിക്ക്. എന്നിട്ടും ഒന്നും പറ്റുന്നില്ല. മിറ്റ്സുക്കി സിമ്പിളായിട്ട് തന്നെ അവൻ്റെ കൈ വെച്ച് ബൈൻഡ് ചെയ്ത് പിടിക്കാണ് ബോറോനെ. സറാഡ പാഞ്ഞ് ചെല്ലാണ്. കവാക്കിയും പാഞ്ഞ് ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സറാഡ പാഞ്ഞ് കുറച്ച് ദൂരത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ കവാക്കി ചെയ്യുന്ന അറ്റാക്ക് കാരണം ബോറോയുടെ ശരീരം മുഴുവൻ രണ്ടായിട്ട് പോകുന്നുണ്ട്. കവാക്കിക്കും അതുപോലെ നല്ല രീതിക്കും ഒരു ഡാമേജ് വന്നിട്ടുണ്ട്. ബോറോ എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, എഴുന്നേറ്റ് വരുന്നുണ്ട്. അവൻ്റെ ദേഹത്ത് തുണിയെന്ന് പറയുന്ന ഒരു സാധനമില്ല. കവാക്കി ചെയ്ത അറ്റാക്കിൽ അത് ഒരു കർമ്മ അറ്റാക്ക് ആയിരുന്നു, കർമ്മ സ്ട്രൈക്ക് ആയിരുന്നു, കാമ സ്ട്രൈക്ക് ആയിരുന്നു. അത് കാരണം അവൻ്റെ തുണിമണി എല്ലാം കെറിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ബ്ലർ ചെയ്യാനൊന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബോറോ മണിമണിയായിട്ട് തന്നെ എഴുന്നേറ്റ് വരാണ്. കാരണം അവൻ്റെ ബോഡിയിൽ കണ്ടാലറിയാം അവൻ്റെ ചക്രയിൽ ഒരു കുറവും വന്നിട്ടില്ല. അവൻ്റെ എനർജി ഡ്രോപ്പ് ആയിട്ടേ ഇല്ല. എന്നാലും അവൻ്റെ ബോഡി പഴയതുപോലെ. അപ്പോൾ അവൻ്റെ സീക്രട്ട് എന്താണെന്നിങ്ങനെ സറാഡ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കറക്റ്റ് ഒരു ടീമായിട്ട് നമ്മുടെ പിള്ളേരിപ്പോൾ നിൽക്കുന്നുണ്ട്. മിറ്റ്സുക്കി, സറാഡ, ബൊറൂട്ടോ, അതുപോലെ തന്നെ കവാക്കി. ഇതിൽ കവാക്കി അവിടെ നിൽക്കുകയാണ് ഒബ്സർവ് ചെയ്യാനായിട്ട്. നമ്മളുടെ ബൊറൂട്ടോ മിറ്റ്സുക്കി ഡയറക്റ്റ് അറ്റാക്കിലേക്ക് പോകുന്നുണ്ട്. മിറ്റ്സുക്കി പുറകുന്ന് ബൊറൂട്ടോ രണ്ട് കൈ കാലൊക്കെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ കറക്റ്റ് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കവാക്കി മുമ്പ് നമ്മളുടെ സറാഡയോട് പറഞ്ഞത് കാണിക്കുന്നത്. അതായത് ഇവർ ഷോൾഡറിൻ്റെ ഭാഗത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാലിൻ്റെ ഭാഗത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തല അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബൊറൂട്ടോ റസങ്ങൻ അതുപോലെ തന്നെ നമ്മുടെ കമ്പൈൻഡ് റസങ്ങനൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവൻ്റെ ബോഡി നശിച്ചിട്ടില്ല. അതിങ്ങനെ റീജനറേറ്റ് ആവുകയാണ്. അപ്പോൾ അതിനർത്ഥം അവൻ എന്തോ ഒരു സീക്രട്ട് ഹൃദയത്തിൻ്റെ താഴെയായിട്ടുണ്ടെന്നാണ്. ആ ഒരു സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ അവിടെ അറ്റാക്ക് ചെയ്താൽ അവനെ കൊല്ലാൻ പറ്റും. അതുകൊണ്ട് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞൂടാ എന്ന് നമ്മളുടെ സറാഡ പറയണം. നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ സറാഡ, ഇത് ഞാൻ നിനക്ക് തരുന്ന ഒരു ചാൻസ് ആണ്, നിനക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്, നീ ഇതിൽ ചെയ്യണം, നിന്നെ കൊണ്ട് മാത്രമേ ഇപ്പോൾ ഇതിൽ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നും പറഞ്ഞ് സറാഡയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ആ ഒരു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ സറാഡ പേടിച്ച് ബോറോനെ ഫുൾ സെൻസറിയാണ്. സറാഡേനെ വിശ്വസിച്ചാണ് മിറ്റ്സുക്കി, ബൊറൂട്ടോ, കവാക്കി ഇപ്പോൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. സറാഡ ഓരോ ഭാഗവും ഇങ്ങനെ നോക്കുകയാണ്. സറാഡയ്ക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. മിറ്റ്സുക്കി ആണെങ്കിൽ പല ഭാഗത്തു നിന്ന് പാമ്പിനെ വെച്ച് കടുപ്പിക്കുന്നുണ്ട്, ബോറോ വായിന്ന് തീ തുപ്പുന്നുണ്ട്, ആസിഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ബോറോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കവാക്കിയും ബോറോനെ അവൻ്റെ കൈ എന്ത് ചെയ്തു മോഡിഫൈ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, കാലിൽ കിക്ക് കൊടുക്കുന്നുണ്ട്. ബോറോയും നല്ലൊരു കിക്ക് കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ബൊറൂട്ടോ ആണെങ്കിൽ ഷോൾഡർ പിടിച്ച് കറക്കി എടുത്ത് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കവയ്ക്ക് കാല് വെട്ടുന്നുണ്ട്. അതിനുശേഷം ബൊറൂട്ടോ കൈ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 2 പേരും 3 പേരും കൂടെ ചേർന്ന് കലങ്ങിയും തിരിഞ്ഞും കിട്ടുന്ന അറ്റാക്ക്. അങ്ങനെ നമ്മളുടെ ബോറോയ്ക്ക് ഒന്നും പറ്റിയില്ല. ഇവരുടെ ചക്ര അങ്ങനെ ഡ്രെയിൻ ആവുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ബൊറൂട്ടോയുടെ ചക്ര നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് ഇനി ഒരിത്തിരി പോലും അനങ്ങാൻ പറ്റൂല. അങ്ങനെ നിൽക്കുമ്പോൾ സറാഡയെ നോക്കുകയാണ്. സറാഡ എന്തോ ഒന്ന് കണ്ട് അവൾ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണം നമ്മൾ കുറച്ചു നേരം കൂടെ പിടിച്ചു നിർത്തണം, നമ്മളെ ടീം ക്യാപ്റ്റൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി നമ്മളുടെ കവാക്കിക്ക്. നമ്മളുടെ കവാക്കി, ബൊറൂട്ടോ, മിറ്റ്സുക്കി പിന്നെയും ബോറോയ്ക്ക് നേരെ അറ്റാക്ക് പോകണം. ഒരു നേരം വിടാതെ അവൻ അറ്റാക്ക് ചെയ്യാണ്. ഷുറിങ്കൻ അതുപോലെ തന്നെ നമ്മുടെ ക്യുനായി ഒക്കെ വെച്ച് കിട്ടിലായിട്ട് അറ്റാക്ക് പോവാണ്. സറാഡ എന്തിനും ഒന്നിന് പ്ലാൻ ചെയ്യാണ്. ഞാൻ എന്തായാലും ഇതിൽ അവരെ ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സറാഡ മുമ്പോട്ട് പോവാണ്. അങ്ങനെ ഫയർ സ്റ്റൈൽ നമ്മുടെ മിറ്റ്സുക്കിക്ക് നേരെ ചെയ്യുമ്പോൾ അത് അബ്സോർബ് ചെയ്യാണ് കവാക്കി. നീ പിന്നെ അത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കാമ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ് കവാക്കി ബോറോയ്ക്ക് നേരെ. നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ പിന്നെയും ക്യുനായി വെച്ച് തലയ്ക്ക് മണ്ടയെന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അറ്റാക്ക് ഇങ്ങനെ പോവാണ്. ചിഡോറി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് സറാഡ പോവാണ്. അങ്ങനെ ചിഡോറി എടുത്തിട്ട് പാഞ്ഞു പോവാണ്. ചിഡോറിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സറാഡയുടെ കൈ മുഴുവനായിട്ട് നശിച്ചു പോകുന്ന ഒരു സംഭവമാണ്. കാരണം അതിൽ ചക്ര
കൂടിപ്പോയാൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബോറോ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. സറാഡ ഇത് എടുത്തിട്ട് വരുമ്പോഴും ബോറോ അത് പ്രതീക്ഷിക്കുന്നില്ല. ബൊറൂട്ടോ ഒരു സൈഡിൽ നിന്ന് റസങ്കൻ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇപ്പുറത്ത് നിന്ന് സറാഡ ചിഡോറി കൊണ്ടുവരുന്നതോടെ ബോറോ ഒന്ന് ഞെട്ടുന്നുണ്ട്, അമ്പരക്കുന്നുണ്ട്. ആ ഒരു മിന്നലിൻ്റെ വേഗത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബോറോയുടെ ദേഹം രണ്ടായിട്ട് തുളഞ്ഞു പോവാണ്. അവൾ അത് ചെയ്ത് കഴിഞ്ഞു, നീ പേടിക്കണ്ട, നീ ചത്ത് കഴിഞ്ഞു എന്ന് ബോറൂട്ടോ പറയാണ്. ജീവൻ പൊളയുന്ന വേദനയോടെ ബോറോ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ സറാഡ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ ജീവൻ. അതെങ്ങനെ നീ ചെയ്തു, നിനക്ക് എന്ത് ധൈര്യം ചെയ്യാനെന്ന് പറഞ്ഞ് ബോറോ ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ കൺട്രോൾ പോയി ബോറോ പെരുകുന്നുണ്ട്. ബോറോയുടെ കപ്പാസിറ്റി എന്താണ്, അവൻ്റെ ശക്തി എന്താണ്, റീജനറേഷൻ. അവൻ്റെ ശരീരത്തിലെ ഓരോ സെൽസ് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൂട്ടി അവൻ വലുതാവും, അല്ലെങ്കിൽ പഴയ സൈസാവും, പഴയ പോലാവും, അറ്റാക്ക് അവൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണിപ്പോൾ നെഗറ്റീവായിട്ട് അവനെ ബാധിച്ചേക്കുന്നത്. അതിൻ്റെ കൺട്രോൾ പോയി അവൻ നിന്ന് പെരുവാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയെ പിടിച്ച് സറാഡയും നമ്മളുടെ മിത്സുകിനെ പിടിച്ച് കവാക്കിയും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. കാരണം ഇപ്പോൾ ബോറോ അറ്റാക്ക് ചെയ്താൽ അത് ഭയങ്കര ഒരു വലിയ ഡിസാസ്റ്ററിൽ ചെന്ന് മുടിയും. അങ്ങനെ നമ്മളുടെ സറാഡ പറയാണ് ഇവൾ അറ്റാക്ക് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോറോ ഓരോ പ്രാവശ്യം കൈ ഇങ്ങനെ അനക്കുമ്പോൾ ഈ ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വശത്തിൻ്റെ എതിർവശത്തിലേക്കായിരുന്നു കൈ അനക്കുന്നത്. ഇപ്പോൾ ബോറോയുടെ ലെഫ്റ്റ് സൈഡ് ചിഡോറി കൊണ്ടുപോകെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ബോറോ കൈ അനക്കും. അപ്പോൾ സറാഡ ശ്രദ്ധിച്ചത് ഒരു ഉണ്ട, അത് ഇങ്ങനെ ഉരുണ്ട് അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അതിൽ നിന്ന് മനസ്സിലായ ആ ഉണ്ടയാണ് അവൻ്റെ ലൈഫ്. ആനാലും നമ്മളുടെ ചിഡോറി സക്സസ് ആവുമെന്ന് സറാഡ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത് സക്സസ് ആയതുകൊണ്ട് ഇപ്പം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുവാണ്. അടുത്ത ടാസ്ക് നമ്മളുടെ നറൂട്ടോനെ പുറത്ത് കൊണ്ടുവരാമെന്നാണ്. ആ സീൽ അൺലോക്ക് ചെയ്യാൻ ജിഗന് മാത്രമേ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞത്. എന്തായാലും ലീഫ് വില്ലേജ് കൊണ്ടുവന്ന് പറഞ്ഞ് പോർട്ടൽ രണ്ടുപേരുടെയും കാമ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. ആ ഒരു സമയത്താണ് അവർ തന്നെ അറിയാതെ നമ്മളുടെ നറൂട്ടോ പുറത്ത് വന്ന് എഴുതുന്നത്. അതായത് നമ്മളുടെ ഇവർ രണ്ടുപേരുടെയും കാമ ഒന്നിച്ച് ചേർന്നപ്പോൾ ജിഗന്റെ കാമയോട് അതേ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അൺസീലായിട്ട് വരുന്നത്. കണ്ടതും നറൂട്ടോ ഓക്കെ അല്ലേ, എഴുന്നേക്കെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ചെന്നാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നറൂട്ടോനെ രക്ഷിക്കുകയും ചെയ്തു. ഇനി ഇവിടുന്ന് പുറത്ത് പോകണം എന്നും പറഞ്ഞ് രണ്ടുപേരും നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ബോറോ ഇത് കണ്ട് ഈ പിള്ളേർ അവർ വന്ന കാര്യം സാധിച്ചു, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ബോറോ എന്ത് ചെയ്യുന്നത്, പാഞ്ഞു വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നാമത് ബോറോയുടെ കാര്യം ബോറോയുടെ കയ്യിൽ പോലും അല്ല. അങ്ങനെ നമ്മളുടെ കവാക്കിനെ എടുത്ത് ദൂരെ എറിയാണ്. നമ്മളുടെ ബൊറൂട്ടോൻ്റെ അടുത്തും സറാൻ്റെ അടുത്തും മുമ്പേ വൈരാഗ്യം ഉള്ളതുപോലെ ബോറോ എന്തിയാണ് എടുത്തിട്ട് അടിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നമെന്നും പറഞ്ഞ് സറാഡനെ തൂക്കിയെടുത്ത് കഴുത്തി പിടിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടനെ എടുത്തിട്ട് ഇഞ്ച പരുവാക്കാണ്. അടി ഇടി. അങ്ങനെ ബൊറൂട്ടനെ എടുത്തിട്ട് അടിച്ച് ഒരു പരുവാക്കാണ്. ഒരു സമയം കഴിയുമ്പോൾ ബൊറൂട്ടനെ അവിടെ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കാണാനില്ല. ഈ പയ്യൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് നോക്കുകയാണ്. ആ സമയത്താണ് സറാഡയുടെ കഴുത്തിൽ തൂക്കി പിടിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ അത് നോക്കുന്ന ബോറോയുടെ ഇടോ ഇങ്ങോട്ട് നോക്കടോ, കാണാതെ പോയാൽ താൻ ശ്രദ്ധിക്കൂലേ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ വിളിക്കുന്നത്. എവിടാന്നും പറഞ്ഞ് ബോറോ നോക്കുന്നുണ്ടെങ്കിലും കാണാനില്ല. ഡോ അവിടെ എവിടെ ഒന്നും അല്ലടോ, മുകളിലോട്ട് നോക്കടോ വൃത്തികെട്ട ജന്തു എന്ന് പറയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ കാമാലവലിൻ്റെ പീക്കിൽ പോയി ബോറൂട്ടോ നിൽക്കുകയാണ്. എടോ വൃത്തികെട്ടവന്, താൻ എന്നെ വെല്ലുവിളിച്ച് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് എന്നെ ഇത്രയും നോവിക്കോ? എൻ്റെ ശരീരത്തെ നീ തൊട്ടു, നീ അത്രയ്ക്കും ധൈര്യമുള്ളവൻ, നീ എങ്ങനെ തോന്നി എൻ്റെ താഴത്ത് നിൽക്കുന്ന നിനക്കിത് ചെയ്യാൻ എന്നും പറഞ്ഞ് ബോറൂട്ടോ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ദേഷ്യത്തിൽ ബോറോനെ എടുത്തിട്ട് അറഞ്ചം പറഞ്ഞ് അടിക്കുകയാണ്. അടി ചുമ്മാ ഒന്നും അല്ല, അങ്ങനെ പന്ത് കളിക്കുകയാണ് ബോറോനെ വെച്ച്. ഓരോ അടിയും ഇടി മാതിരിയാണ് വന്ന് വീഴുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് ബൊറൂട്ടോ അവിടെ കാഴ്ചവെക്കുന്നത്. ഇതുവരെ തീർന്നിട്ടില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നെ ചുമ്മാ വന്ന് എന്നെ ചൊറിഞ്ഞോ, നീ ഈ ശരീരത്തിന് എന്തെങ്കിലും പറ്റിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരുമായിരുന്നു. കാണിച്ചു തരാൻ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ബോറോ പിന്നെയും പാഞ്ഞു വരാണ് ബോറോയ്ക്ക് നേരെ. ബോറോ ആണെങ്കിൽ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു, നീ വെസലാണോ എന്ന രീതിയിലൊക്കെ കുറേ സംഭവങ്ങൾ ബോറോ പറയുന്നുണ്ട്. ബോറോ തെറിച്ചടിച്ച് വീഴാണ്. അല്ല, നമ്മളുടെ ബൊറൂട്ടോ എടുത്തെറിയാണ്. അങ്ങനെ ബൊറൂട്ടോ മൊണ്ടയ്ക്ക് കയറി ഇരുന്ന് ഒരൊറ്റ പഞ്ച് നെഞ്ചത്ത് കൊടുത്തിട്ട് ഇവൻ എപ്പോഴും എടുക്കുന്നൊരു സാധനമുണ്ട്, എന്തായിരുന്നു അത്, റസങ്ക എന്നും പറഞ്ഞ് എടുത്ത് നമ്മളുടെ ബോറോയുടെ തലമുണ്ട നോക്കി അടിക്കുകയാണ്. തല പൊളിഞ്ഞു പോയി. ബോറോയുടെ കാര്യം അവിടെ ക്ലോസ്. അങ്ങനെ ബൊറൂട്ടോ പിന്നെയും ആകാശത്തേക്ക് അങ്ങനെ പൊങ്ങിപ്പോവാണ്. പോയിട്ട് ബൊറൂട്ടോ തന്നെ പറയാണ്, ഇതുവരെ തീർന്നിട്ടില്ല, ഇത് വെറും തുടക്കമാണ്. നീ എനിക്കൊരവസരം തന്നു. ഹേ നീലക്കണ്ണുള്ള ചെറുക്ക, നീ എൻ്റെ ഉപകരണമാണ്. ഇത് സമയമാകുമ്പോൾ ഞാൻ വരും. ഒരു വരവല്ല, ഇനി വരും, ഇനിയാണ് വരവ് എന്ന് പറഞ്ഞ് ബൊറൂട്ടോ എന്തിയാണ് അങ്ങനെ നോർമലാവാണ്. ആ ഒരു കാർമ്മമാർക്കൊക്കെ പോവാണ്. ബൊറൂട്ടോ നോർമലായി
നിലത്ത് വീഴാൻ പോകുമ്പോൾ മിറ്റ്സുക്കി പിടിക്കുകയാണ്. മിറ്റ്സുക്കി അങ്ങനെ പേടിച്ചു പോവാണ്. എന്താണ് ഇവരെ ഇത്രയധികം വേദനിപ്പിക്കുന്നുണ്ടോ ഈ കർമ്മ? അപ്പോൾ ഇതെന്താണ്, ഇവൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ മിറ്റ്സുക്കി എന്തിയാണ് അങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണോ എന്ന്. അങ്ങനെ എല്ലാവരെയും വെച്ച് നമ്മുടെ പോർട്ടൽ ഓപ്പൺ ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ്. അവിടെ എല്ലാവരും നമ്മളുടെ ഹിനാറ്റയും ഹിമവാരയും ഒക്കെ നാറൂട്ടോ അടുത്തുണ്ട്, ബൊറൂട്ടോയും ഉണ്ട്. നാറൂട്ടോ കണ്ണു തുറക്കുമ്പോൾ ഇവരാ നിങ്ങളെ പോയി രക്ഷിച്ചിട്ട് വന്നേ, ഞാനും എൻ്റെ ഫ്രണ്ട്സും ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബൊറൂട്ടോ എല്ലാവരെയും വിളിക്കുകയാണ്. കൂടെ കവാക്കി ഉണ്ടൊക്കെ പറഞ്ഞ് കവാക്കിനെ വിളിക്കാൻ പോവാണ്. ഇവിടെ സാസ്കിയും ഓക്കെ ആയിട്ടുണ്ട്. സാസ്കിയും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബൊറൂട്ടോനെ ഒന്ന് കാണാൻ വരികയാണ്. കവാക്കിനെ കറ്റസുക്കെ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്, മയക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്ന്, നിനക്ക് വേദന കുറയും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നെങ്കിലും അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ സിമുറെ വന്ന് പറയുമ്പോൾ അവൻ ഓക്കെ എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ബൊറൂട്ടോ അങ്ങോട്ട് വന്ന് നാറൂട്ടോ എഴുന്നേറ്റ കാര്യവും നിനക്ക് പറ്റുമെങ്കിൽ വരാനും പറയുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നമ്മളുടെ കവാക്കിയും വന്ന് നമ്മളുടെ നാറൂട്ടോനെ കാണുന്നുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ ഓൾറെഡി സാസ്കി, നമ്മളുടെ ഷിക്കമാറു, സായി ഒക്കെ നിൽപ്പുണ്ട്. അവർ നാറൂട്ടോനോട് നടന്ന കാര്യങ്ങളൊന്നും വിടാതെ ചോദിച്ചറിയാണ്. അതിൽ നാറൂട്ടോയും സാസ്കിയും ഉറപ്പിച്ച് പറയാണ്, ഇവരെ അറ്റാക്ക് ചെയ്തവൻ ആ ഒരു ജിഗനില്ലേ, അവൻ ഒരു ഒട്ടോട്സുക്കി ക്ലാനിൽപ്പെട്ടവനാണ്. അവൻ്റെ ഉള്ളിൽ ഒരു ഒട്ടോട്സുക്കി വാഴുന്നുണ്ട്. അതെങ്ങനെയാണ് എന്താണ് എന്നൊന്നും ഇവർക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റൂല എന്ന്. അപ്പോൾ സാസ്കി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് അവൻ്റെ ഉള്ളിൽ ഒരു ഒട്ടോട്സുക്കി മാത്രം ഉണ്ടെന്നല്ല, ആ ഒരു ഒട്ടോട്സുക്കി നമ്മളുടെ ടെൻറ്റെയിലിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ചക്ര അതങ്ങനെ ഉറിഞ്ഞെടുക്കുന്നത് കാരണം കൃത്യമായിട്ട് അത് ടെൻറ്റെയിലിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് അത്. ഇതെങ്ങനെ ശ്രദ്ധിക്കാതെ പോയെന്നും പറഞ്ഞ് നമ്മളുടെ സായിയും ഷിക്കമാറും ഒരേപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നാറൂട്ടോട് പറയണം, ഇതിനി പെട്ടെന്ന് ടെൻറ്റയിൽ പഴയ ഫോമിലോട്ട് ആയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നാലോ എന്ന്. അപ്പോൾ നാറൂട്ടോ പറയണം, അത്ര പെട്ടെന്നൊന്നും അത് നടക്കുമെന്ന് തോന്നില്ല. കാരണം അവൻ ഫീഡ് ചെയ്താൽ മാത്രമേ ആ ടെൻറ്റയിൽ വളരൂ എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ടൈം ഫ്രീസ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നമ്മളുടെ ഷിക്കമാറു അത് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഷിക്കമാറു എത്രത്തോളം പറഞ്ഞു ബൊറൂട്ടോനോട് പോവരുതെന്ന്, എന്നിട്ട് ഒരു വക കേൾക്കാതെ ഇവന്മാർ പോയി. ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് യാർ ഉത്തരവാദിത്തം പറഞ്ഞേ, എന്താണ് വില്ലേജിന്റെ ഗതി എന്ന രീതി പറഞ്ഞേ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞു, ഒന്നും പറ്റിയില്ലല്ലോ, ഇതിനെല്ലാം കാരണം സറാഡയാണ്, അവളാണ് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്ന്. അത് കേട്ട് എല്ലാവരും ബൊറൂട്ടോനെ നോക്കുന്നുണ്ട്. 50% ചെയ്തു വെച്ചത് ബൊറൂട്ടോയാണ്. എന്നിട്ട് അവനൊന്നും ഓർമ്മയില്ല. സറാഡ പറയുന്നുണ്ട്, ഞാൻ ചിഡോറി എടുത്തു, പക്ഷേ അതല്ല ഒരു സംഭവം പറയാണ്ടെന്ന്. അതായത് നമ്മളുടെ സാസ്കി ഇപ്പം നോക്കുന്നുണ്ട് ഈ ചിഡോറി എടുത്തോന്ന്. അത്ര നന്നായില്ല, എന്നാലും എടുത്തു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതായത് നമ്മളുടെ ആ ഒരു ബോറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ അസുഖം പരപ്പി വിട്ടിട്ട് അത് അവൻ തന്നെ ക്യൂർ ചെയ്ത് എന്തോ ആൾക്കാരെ കൂട്ടി അവൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവാണെന്ന്. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് പറയണം. പക്ഷെ സാസുകിക്ക് ഇത് കേട്ടപ്പോഴേ കാര്യം മനസ്സിലായി, നാറൂട്ടോയ്ക്ക് മനസ്സിലായി. അതായത് എന്തോ ഒന്നിനെ ആർമീനെ ചേർക്കാണ്. എന്നാലും അവൻ എന്തിനായിരിക്കും അവരെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതാണ് ചോദ്യം. കാരണം അവർ വില്ലേജേഴ്സാണ്, അങ്ങനെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഷിക്കമാർ ചോദിക്കുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞോ, വിക്ടറായി, ഡെൽറ്റയായി, ബോറോ ആയി, ജിഗനായി, ഇനി ആരാണ് നിങ്ങളുടെ കാറയിലുള്ളതെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി പറയാൻ, എനിക്ക് കാറയിലുള്ള മെമ്പേഴ്സിനെ അറിയാം, ഇനി അമഡോ ഉണ്ട്, കോഡുണ്ട്. അതിനകത്ത് കോഡിൻ്റെ കാര്യം ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. പിന്നെ ഈ അമഡോ ഒരു ഡോക്ടറാണ്. അത് മാത്രമല്ല അമഡോ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല. പിന്നെ ഒരു പ്രശ്നം കോജി കഷിയാണ്. അയാളുടെ കൃത്യമായിട്ടുള്ള രൂപം പോലും അറിയത്തില്ല. അതൊന്നും അതുവരെ നമ്മളുടെ ആര് കണ്ടിട്ടില്ല, കവാക്കി കണ്ടിട്ടില്ല. ഷിക്കമാർ ചോദിക്കുകയാണ്, അവരെല്ലാം തേടുന്നത് നിന്നെപ്പറ്റി, എന്നിട്ട് നിനക്ക് കാറിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കണമെന്ന്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സാറയുടെ വേറൊരു കാര്യം പറയുന്നത്. ബൊറൂട്ടോ എന്താന്ന് വെച്ചാൽ ബൊറൂട്ടോ പെട്ടെന്ന് ആ ഒരു നമ്മുടെ കർമ്മ മോടി പോയിട്ട് അവനങ്ങനെ ഉയർന്നു നിന്ന് നമ്മൾ ഭയങ്കര ഒരു കൊമ്പൊക്കെ മുളച്ച് ഒരു പ്രത്യേക രൂപത്തിലായിട്ട് അവൻ ചെയ്തത് അവന് പോലും ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ ബോറോനെ വാറിയിട്ടടിച്ച് ഒരു മനുഷ്യത്വം കാണിക്കാതെ അടിച്ച് റസങ്ങൻ തല്ലക്ക് അടിച്ച് കൊന്നതാണ് ബൊറൂട്ടോ എന്ന് പറയുന്നത്. ബൊറൂട്ടോയ്ക്ക് പോലും അവരുടെ സംസാരത്തിൽ നിന്നും നമ്മളുടെ കവാക്കിനെ മാത്രമല്ല ബൊറൂട്ടോനെ വേണം എന്ന് തോന്നി എന്ന് നമ്മളുടെ പിള്ളേർ പറയുമ്പോൾ അത് നമ്മളുടെ നാറൂട്ടോയ്ക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെൽറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ശരീരം നിന്റെ അല്ല ബൊറൂട്ടോ, അങ്ങനത്തെ രീതിയിൽ, അതായത് ഇവൻ്റെ അല്ല ഇതെന്ന രീതിയിൽ. അത് തന്നെയാണ് കവാക്കിയും പറയണത്. ഇത് തന്നെയാണ് അവരും പറഞ്ഞുകൊണ്ടിരുന്നത് കാറ മെമ്പേഴ്സ്. പക്ഷെ കവാക്കിക്കും അതിൻ്റെ അർത്ഥം അറിയത്തില്ല. നമ്മളുടെ ബൊറൂട്ടോ XXX, അതായത് നമ്മളുടെ കവാക്കി എങ്ങനെയോ അതിൻ്റെ XXX പവർഫുൾ ആയിരുന്നെന്ന് കവാക്കി പറയാണ്. ഇതൊന്നും
കേട്ട് വിശ്വസിക്കാൻ വയ്യാതെ ബൊറൂട്ടോ നിൽക്കുകയാണ്. സത്യത്തിൽ നിനക്കൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന രീതിയിൽ ബൊറൂട്ടോ പറയണം. ബൊറൂട്ടിനെ പുറത്തിടയ്ക്ക് നമ്മളെ കാവാക്കി ചോദിക്കുന്നുണ്ട്, നിനക്ക് സത്യത്തിൽ ഒന്നും ഓർമ്മയില്ലയെന്നോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയണേ എനിക്കൊന്നും ഓർമ്മയില്ലടാന്ന്. ഞാൻ ഒരു മോഡിൽ പോയത് നീ കണ്ടായിരുന്നോ, കൊമ്പൊക്കെ മുളച്ച് അതേ മോഡിലാണ് നീ പോയത്. അതും ഭയങ്കര പവർഫുള്ള്. നിന്റെ കയ്യിലൊന്നും അല്ലായിരുന്നു, വേറെ ലെവൽ ഫൈറ്റ് ആയിരുന്നു, ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാത്ത എന്ന രീതിയിൽ. ഇത് പറയുമ്പോൾ മൊമോഷിക്കയുടെ കാര്യമാണ് നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഓർമ്മ വരുന്നത്. ബൊറൂട്ടോയ്ക്ക് തൻ്റെ കയ്യിൽ നിന്നും വിലപ്പെട്ടത് എന്തോ നഷ്ടപ്പെടാൻ പോകുന്നത് പോലെ തോന്നുകയാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. ആകെ മൊത്തത്തിൽ ബൊറൂട്ടോയ്ക്ക് പേടിയാവാണ്. അതിനുശേഷം നമ്മളുടെ സാസ്കി പോയി സറാഡിനെ കാണുന്നുണ്ട്. കാരണം ബൊറൂട്ടോയുടെ കാര്യം സാസ്കിക്ക് ഒരു സംശയം പോലെ. സാസ്കി ചോദിക്കുകയാണ് കൃത്യമായിട്ട് പറയാൻ. അവനൊരു വ്യാക്കുകനുണ്ടായിരുന്നു, അവനെ കാണാൻ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. അവനൊരു വലിയ കൊമ്പുണ്ടായിരുന്നു, അവൻ്റെ മുഖം മുഴുവൻ ഒരു മാർക്കുണ്ടായിരുന്നു, അവൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അപ്പോൾ മിത്സുകി പറയാണ് അതിലും ഞാൻ ശ്രദ്ധിച്ചത് ബൊറൂട്ടോ അതിൽ വേദനിക്കുമായിരുന്നു, ബൊറൂട്ടോ നല്ല രീതിയിൽ പെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ബൊറൂട്ടോയോട് ആരോ സംസാരിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ബൊറൂട്ടോ അല്ലെന്ന് ഞാൻ എവിടെ അടിച്ച് വേണോ പറയാമെന്ന് മിത്സുകി പറയാണ്. ബൊറൂട്ടോയോട് ആരോ സംസാരിച്ച് ബൊറൂട്ടോ നിന്നെ ഞാൻ എടുക്കും എന്ന രീതി പറഞ്ഞതുപോലെ എന്ന രീതിയിൽ മിത്സുകി പറയാണ്. അപ്പോൾ സാസ്കി ചോദിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ബൊറൂട്ടോനെ ആരോ ഉള്ളിലുണ്ട്, അയാൾ ബൊറൂട്ടോയുടെ ശരീരം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അയാൾ എടുക്കും എന്ന രീതിയിലാണോ എന്ന്. ഒന്നുകൂടെ കൃത്യമാക്കിയാൽ ബൊറൂട്ടോയുടെ ശരീരം ആരോ കൈയടക്കാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണോ എന്ന്. അപ്പോൾ മിത്സുകി പറഞ്ഞാണ് ആ ഒരു സംഭവത്തോട് ഞാനും യോജിക്കുന്നു, കൃത്യം സംഭവമാണ് ആ പറഞ്ഞതെന്ന്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി പറയാണ് ഞാൻ ഇത് തന്നെയായിരുന്നു ജിഗനിലും കണ്ടത്. ഏതോ ഒരു ഒട്ടോട്സുക്കി ജിഗന്റെ ശരീരം കൈയടക്കാൻ ശ്രമിച്ചതുപോലെ, ജിഗന്റെ ഉള്ളിൽ ഉള്ളതുപോലെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയെന്ന്. ബൊറൂട്ടോയ്ക്ക് ഇവിടെ നമ്മളുടെ പിള്ളേർ ബർഗറൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്, നീ കഴിച്ചോ, നീയല്ലേ വലിയ വില്ലനെയൊക്കെ തോപ്പിച്ചിട്ട് വന്നേ, ഞങ്ങൾ അറിഞ്ഞു എന്ന്. എന്നാലും എനിക്ക് ഓർമ്മയില്ലടാന്നും പറഞ്ഞാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. ബർഗർ ആണോ എന്ന് പറഞ്ഞു നോക്ക്, ബർഗറിൽ അത് തയാക്കിയാണ്. അതിനകത്ത് കസ്റ്റാർഡ് ഫ്ലേവർ നമ്മളുടെ പയ്യൻ ഇപ്പോൾ എടുത്ത് കഴിക്കുന്നുണ്ട് കവാക്കി. നമ്മളുടെ സറാട പറഞ്ഞല്ലേ ഇപ്പോഴാണ് കഴിച്ചു നോക്കുന്നത്, അത് നല്ലതാണ്, അത് നമ്മുടെ പയ്യനെ മനസ്സിലാവുന്നുണ്ട്. എക്സ് കാർഡ് വെച്ച് നമ്മളുടെ ബൊറൂട്ടോ കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ കവാക്കിയെ കൂടെ കളിക്കാൻ വിളിക്കുകയാണ്. അവനും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സിമുറ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. സിമുറ അവനെ കൊണ്ടുപോയി കിടത്തുമ്പോൾ സിമുറയോട് പറയണം എനിക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തോളാം. അങ്ങനെ സിമുറ പറഞ്ഞത് കൊണ്ടും അതൊക്കെ കേട്ട് നമ്മുടെ കവായുടെ മാറിയതാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ അവൻ എടുക്കുന്നത്. അപ്പം നമ്മളുടെ കാവാക്കി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതാണ്. നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ പോയിട്ട് ഹൊക്കാഗിയോട് സംസാരിക്കുക എന്ന രീതിയിൽ സിമുറ പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കാവാക്കി എഴുന്നേറ്റ് പോയിട്ട് ഹൊക്കാഗിയോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് അതേപോലെ നമ്മളുടെ ഷിക്കമാർ പറയുന്നതാണ് കേൾക്കുന്നത്. അതായത് വില്ലേജിന് ഹൊക്കാഗെ ആവശ്യമാണ്, ഹൊക്കാഗിയും ഫാമിലിക്കും വില്ലേജിനും പ്രശ്നമാണ് കാവാക്കി ഇവിടെ നിൽക്കുന്നത്, അവൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായെന്ന രീതിയിൽ ഷിക്കമാർ സംസാരിക്കുകയാണ്. അത് കേട്ടിട്ട് കാവാക്കിക്ക് ഭയങ്കര വിഷമമാണ്. റൂമിൽ പോയിട്ടും നറൂട്ടോയും ഫാമിലിയും ഇവൻ കാരണം എന്തെങ്കിലും പറ്റുന്നതാണ് കാവാക്കി ഓർക്കുന്നത്. അത് കാരണം തന്നെ കാവാക്കിക്ക് ഒരു സമാധാനം ഇല്ലാതെ ആവുകയാണ്. എല്ലാം മനസ്സിലായതുപോലെ കാവാക്കി എന്തോ ഒന്നും മനസ്സിൽ കണക്ക് കൂട്ടാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.